പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് വളരെയേറെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കേൾക്കുക. ഒന്നാമതായി നമ്മൾ പഠിക്കുന്നത് നമ്മളെ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന 7 കാര്യങ്ങളെ കുറിച്ചാണ്. ഈ 7 കാര്യങ്ങളിൽ ഒരു കാര്യം ഈ നോമ്പ് അനുഷ്ഠിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ നോമ്പിന്റെ മുഴുവൻ പ്രതിഫലവും അള്ളാഹു നഷ്ടപ്പെടുത്തി കളയും. അതുകൊണ്ട് ഏതൊക്കെയാണ് ആ 7 കാര്യങ്ങളെന്ന് വിശദമായി നമുക്ക് പഠിക്കാം. അതോടൊപ്പം തന്നെ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമ്മൾ പ്രത്യേകമായി ഓതേണ്ട അത്ഭുതകരമായ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേര് സൂറത്തുൽ ഗിനാ എന്നാണ്. എപ്പോഴാണ് ഓതേണ്ടത്, എങ്ങനെയാണ് ഓതേണ്ടത്, ഓതിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു അകറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ, എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. സ്വീകരിക്കണേ അല്ലാ, ഖബൂൽ ചെയ്യണേ അല്ലാ. അൽഹംദുലില്ലാ പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടണം. ആരൊക്കെയാണ് അൽഹംദുലില്ലാ പറഞ്ഞു എന്ന് ഉസ്താദിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് വളരെയേറെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അഥവാ നമ്മുടെ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തി കളയുന്ന 7 കാര്യങ്ങളെ കുറിച്ചാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന 7 കാര്യങ്ങളിൽ ഒരൊറ്റ കാര്യം ഈ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ പ്രിയമുള്ളവരെ നമ്മളെ നോമ്പിന്റെ മുഴുവൻ പ്രതിഫലവും ഇല്ലാതെയാവുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമ്മൾ ഓതിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പവർഫുള്ളായ ഒരു സൂറത്തും പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ നോമ്പിന്റെ കൂലി നഷ്ടപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യം മഹാനായ ഗസാലി ഇമാം പറയുകയാണ്, അൽ കദിബു, കളവ് പറയലാണ്. ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് കളവ് പറഞ്ഞാൽ അവന്റെ നോമ്പ് സഹീഹാകുമെങ്കിലും നോമ്പിന്റെ മുഴുവനും പ്രതിഫലവും നഷ്ടപ്പെട്ടു പോവുകയാണ്. അതാണ് മഹാനായ നബിതങ്ങൾ പറഞ്ഞത്, ഖുലിൽ ഹഖ്ക വലൗ കാന മുർറ. എത്ര പ്രയാസമുള്ള വിഷയമാണെങ്കിലും എത്ര കൈപ്പുള്ളതാണെങ്കിലും നീ ഒരിക്കലും കളവ് പറയാൻ പാടില്ല, സത്യം മാത്രമേ പറയാവൂ. അപ്പൊ കളവ് പറഞ്ഞു കഴിഞ്ഞാൽ, നോമ്പനുഷ്ഠിച്ച് കളവ് പറഞ്ഞാൽ നമ്മളെ നോമ്പിന്റെ മുഴുവനും പ്രതിഫലവും നഷ്ടപ്പെടുകയാണ്. അല്ലെങ്കിലേ കളവ് പറയാൻ പറ്റൂല, നോമ്പുകാരൻ അല്ലെങ്കിലും കളവ് പറയാൻ പാടില്ല എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ അവിടുത്തെ മകനോട് പറഞ്ഞത്, കളവ് പറയല്ല എന്നും ചൊന്നാരെ കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ. മോനെ, നീ കളവ് പറയാൻ പാടില്ല. എല്ലാ ഉമ്മമാരും മക്കളോട് പറയണം, മക്കളെ നിങ്ങൾ കളവ് പറയാൻ പാടില്ല. രക്ഷിതാക്കളും കളവ് പറയാൻ പാടില്ല. കളവ് പറയല് നരകത്തിലേക്ക് പോകുന്നവന്റെ അടയാളമാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മളെ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യം ഗീബത്ത് പറയലാണ്. നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ ഗീബത്ത് പറഞ്ഞാൽ നോമ്പിന്റെ മുഴുവൻ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെടുകയാണ്. നോമ്പുകാരനല്ലെങ്കിലും റമദാൻ മാസം അല്ലെങ്കിലും ഒരാളുടെ കുറ്റം പറയാൻ പാടില്ല. നിങ്ങൾ പരസ്പരം കുറ്റം പറയാൻ പാടില്ല, അത് ഹറാമാണ്. ഒരാളുടെയും കുറ്റം നമ്മൾ നോക്കണ്ട. നമ്മൾക്ക് തന്നെ എത്രയോ കുറ്റങ്ങളുണ്ട്, അത് പരിഹരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു നടക്കുക, നോമ്പിന്റെ മുഴുവൻ പ്രതിഫലവും നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുപോലെ തന്നെ നമീമത്ത് പറയാ. നമീമത്ത് എന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ച് ഒരു രഹസ്യം നമ്മളോട് പറഞ്ഞാൽ അത് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ആ രഹസ്യം നമ്മൾ അവനോട് പോയി പറയുക. അങ്ങനെ പറഞ്ഞ് അവിടെ തല്ലുണ്ടാകും, അവിടെ കൊലപാതകം ഉണ്ടാകും. അപ്പൊ നമീമത്ത് നമ്മളെ നോമ്പിന്റെ മുഴുവൻ പ്രതിഫലവും നഷ്ടപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ മഹാന്മാര് പറയുന്നുണ്ട് കള്ളസത്യം ചെയ്യുക. അങ്ങനെ ചില ആളുകളുണ്ട്, അല്ലാഹുവാണ് സത്യം, പരിശുദ്ധ ഖുർആനാണ് സത്യം, എന്റെ അമ്മയാണ് സത്യം, മമ്പർത്ത് തങ്ങളാണ് സത്യം. പച്ച നുണയക്കാരൻ പറയാ, പച്ച കള്ള സത്യമായിരിക്കും. അങ്ങനെ ഒരിക്കലും കള്ള
കള്ളസത്യം പറയാൻ പാടില്ല. അങ്ങനെ കള്ളസത്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ നോമ്പിന്റെ മുഴുവൻ പ്രതിഫലവും നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ ചീത്ത സംസാരങ്ങള്, അനാവശ്യമായി നമ്മൾ ഇങ്ങനെ വെറുതെ സംസാരിക്കുക. പരിശുദ്ധമായ റമദാൻ മാസം ദിക്റിന്റെ മാസമാണ്. ശഹ്റുൽ ദിക്ർ, ദിക്ർ ചൊല്ലേണ്ട മാസമാണ്. ശഹ്റുൽ ഖുർആൻ, ഖുർആൻ ഓതേണ്ട മാസമാണ് അല്ലേ? ആ സമയത്ത് വെറുതെ ഇങ്ങനെ വർത്താനം പറയും. ശഹ്റു തറാവി, തറാവി നിസ്കരിക്കേണ്ട മാസാ. അപ്പൊ തറാവി നിസ്കരിക്കുന്ന സമയത്ത് നോമ്പ് നോറ്റിട്ട് ഇങ്ങനെ കുടുംബക്കാരും മക്കളും ഇരുന്നിട്ട് അയൽവാസികളൊക്കെ ഇരുന്നിട്ട് കൂട്ടുകാരിരുന്നിട്ട് വെറുതെ ഇങ്ങനെ അനാവശ്യ സംസാരങ്ങൾ സംസാരിക്കുക. അങ്ങനെ ഒരിക്കലും സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചാൽ നമ്മൾ പകല് മുഴുവനും പട്ടിണി കിടന്നത് അതിന്റെ പ്രതിഫലം നമുക്ക് നഷ്ടമാവുകയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ വികാരത്തോടെയുള്ള നോട്ടമാണ്. വികാരത്തോടുകൂടെ അല്ലെങ്കിലും നോക്കാൻ പറ്റൂല. റമദാൻ മാസം അല്ലെങ്കിലും നോക്കാൻ പാടില്ല. റമദാൻ മാസത്തിൽ വികാരത്തോടുകൂടെ നമ്മൾ ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ നോമ്പിന്റെ പ്രതിഫലം മുഴുവനും നഷ്ടപ്പെട്ടു പോകുമെന്ന് ഇമാം ഗസ്സാലി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ചുംബിക്കുക. റമദാൻ മാസം ചുംബിക്കണ്ട, അത് സ്വബറിന്റെ മാസമാണ്. ക്ഷമിക്കണം, എല്ലാ വിചാരങ്ങളും ക്ഷമിക്കേണ്ട മാസമാണ്. ആ സമയത്ത് വെറുതെ ഇങ്ങനെ ഭാര്യയുമായിട്ട് ഇങ്ങനെ ചുംബിച്ചു കളിക്കുക, അതിനല്ല റമദാൻ മാസം. പകൽ ഇബാദത്ത് ചെയ്യുക. ഉഹില്ല ലക്കുമുർ റഫസു, വൈകുന്നേരം ഭാര്യയെ ചുംബിക്കുക, ഭർത്താവിനെ ചുംബിക്കുക. അതുപോലെ തന്നെ പരസ്പരം ബന്ധപ്പെടാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ പകലിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ നോമ്പാണ് നഷ്ടപ്പെട്ടു പോവുക. നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതല്ലെങ്കിലും നോമ്പിന്റെ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അല്ലാഹുവേ, ഞങ്ങളെ നോമ്പ് നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ ഇബാദത്തുകൾ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ഇനി എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഓതണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്തുണ്ട്. ഏതാണ് ആ സൂറത്ത്? മങ്കറ സൂറത്തുൽ വാഖിയ. മഹാനായ നബി തങ്ങൾ പറയുകയാണ്, ഒരാൾ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ ലം യുസ്ബിഹു ഫാഖത്തുൻ അബദാ, ഒരിക്കലും അവർക്ക് ദാരിദ്ര്യം വരികയില്ല. സൂറത്തുൽ വാഖിയൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും ഓതുന്ന ആളുകളാണ്. അതിനെ പ്രത്യേകമായി പറയുന്നത് എന്ന് പല ആളുകൾക്കും ചിന്ത ഉണ്ടാകും. ഈ റമദാൻ മാസത്തിൽ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, മറ്റുള്ള മാസത്തിൽ നമ്മൾ ഓതുന്നതിനേക്കാൾ ഫലം വർദ്ധിക്കും. നമ്മളുടെ പ്രയാസങ്ങൾ മാറും, നമ്മളെ ബുദ്ധിമുട്ടുകൾ മാറും. അതിനാണ് ഈ റമദാൻ മാസത്തിൽ പ്രത്യേകമായി സൂറത്തുൽ വാഖിയ നമ്മൾ പാരായണം ചെയ്യണം. അത് ഒഴിവാക്കരുത്. കാരണം പല ഉമ്മമാരും നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇശ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ തറാവിയിലേക്ക് നിൽക്കുകയാണ്, പിന്നെ അവിടെ സൂറത്തുൽ വാഖിയ മറന്നു പോവുകയാണ്. അതുകൊണ്ട് ഈ റമദാൻ മാസത്തിൽ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നത് ഒരിക്കലും മറന്നു പോകല്ലേ ഉമ്മ. എപ്പോഴാണോ നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്നത് ആ സമയത്തെങ്കിലും സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യണേ. മഹാനായ നബി തങ്ങളുടെ വാക്കാണ്, ലം യുസ്ബിഹു ഫാഖത്തുൻ അബദാ, ഒരിക്കലും അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. ദാരിദ്ര്യത്തിൽ നിന്ന് സംരക്ഷണമാണ് സൂറത്തുൽ വാഖിയ. സൂറത്തുൽ ഗിന എന്നും ഈ സൂറത്തിന് പേരുണ്ട്. സൂറത്തുൽ ഗിന ഐശ്വര്യത്തിന്റെ സൂറത്താണ്. ഈ സൂറത്ത് രാത്രി പ്രത്യേകമായി ഓതാൻ മഹാനായ നബി തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരാൾ രാത്രി സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ ദാരിദ്ര്യം ഉണ്ടാകൂല, പട്ടിണി കിടക്കേണ്ടി വരൂല, ഭക്ഷണമില്ല എന്ന് പറയേണ്ടി വരൂല, വസ്ത്രമില്ല എന്ന് പറയേണ്ടി വരൂല. അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിന്റെ കവാടങ്ങൾ നമുക്ക് തുറന്നു നൽകും. അതുപോലെ തന്നെ സാമ്പത്തികമായ വലിയ ഐശ്വര്യം നമുക്ക് നൽകും. കച്ചവടത്തിലൊക്കെ വലിയ ബറക്കത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മളുടെ ജോലികളിലൊക്കെ വലിയ ബറക്കത്ത് ഉണ്ടാകും. സാലറിയിലൊക്കെ നല്ല വർധനവുണ്ടാകും. ഉമ്മയും ഉപ്പയും അതുപോലെ തന്നെ ഭാര്യമാരൊക്കെ വീട്ടിൽ നിന്ന് പാരായണം ചെയ്യേ വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്നവർക്കൊക്കെ വലിയ ബറക്കത്ത് അല്ലാഹു കൊടുക്കും. വിദേശികളായി പോയ നമ്മളെ പ്രവാസികളൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്, വലിയ പ്രയാസത്തിലാണ്. അമേരിക്കയുടെയും ഇറാഖിന്റെയും ഇസ്രായേലിന്റെയും യുദ്ധം കാരണം അവരൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അവർക്ക് നീ രക്ഷ നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, ലോകത്ത് സന്തോഷം നൽകണേ അല്ലാ. യുദ്ധം തുടങ്ങിയവർക്ക് അത് പൂർത്തീകരിക്കാനുള്ള മനസ്സ് നൽകണേ റബ്ബേ, അത് നിർത്തലാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, അപ്പൊ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ നമ്മളെ ജോലിയിലും കച്ചവടത്തിലും ബിസിനസ്സിലൊക്കെ വലിയ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും. അതുപോലെ തന്നെ കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ അല്ലാഹു തുറന്നു നൽകും. ഒരുപാട് ആളുകൾ കടത്തിന്റെ പ്രയാസം പറഞ്ഞവരുണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് മക്കളെ കെട്ടിച്ച് കടം വന്ന ആളുകൾ, അതുപോലെ തന്നെ കുടുംബം നോക്കി കടം വന്ന ആളുകളുണ്ട്, അതുപോലെ വീട് വെച്ച് കടം വന്ന ആളുകൾ, വാഹനം എടുത്ത് കടം വന്ന ആളുകൾ, അസുഖം കാരണം കടം വന്ന ആളുകൾ, അവർക്കൊക്കെ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വലിയ ഒരു ആയുധമാണ്, വലിയ ഒരു സൂറത്താണ് സൂറത്തുൽ ഗിന. അല്ലാഹു ഓതാല തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ പരലോക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഒരുപാട് ശിക്ഷകൾ ഉള്ള ഒരു
സമയമാണ് പരലോകം എന്ന് പറയുന്നത്. ഹിസാബുണ്ട്, അതുപോലെ തന്നെ അർശിന്റെ തണൽ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. സൂര്യൻ എന്ന് പറയുന്ന പിണ്ഡം ഒരു ചാണ് തലക്ക് മീതെ നിൽക്കുന്ന ആ സമയം വല്ലാത്ത ചൂടായിരിക്കും. അത് പരലോകത്തെ ശിക്ഷയാണ്. അതുപോലെ തന്നെ സിറാത്ത് പാലം വിട്ടുകിടക്കുക, അത് മറ്റൊരു ശിക്ഷയാണ്. നരകം പറയാനില്ലല്ലോ. അങ്ങനെ പരലോകത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ധാരാളം സൂറത്തുൽ വാഖിയ പാരായണം ചെയ്തോ. അതുപോലെ മുത്തുനബിയുടെ മഹബ്ബത്ത് ആഗ്രഹിക്കുന്നവർക്ക് സൂറത്തുൽ വാഖിയ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് ആഗ്രഹിക്കാത്തവർ ആരല്ലത്? എല്ലാവരും ആഗ്രഹിക്കുന്നത് ഹബീബായ തങ്ങളുടെ മഹബ്ബത്താണ്. ആ മഹബ്ബത്ത് നിങ്ങൾക്ക് വേണോ? സൂറത്തുൽ വാഖിയ പാരായണം ചെയ്തോ. അതുപോലെ തന്നെ മരണസമയം അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അല്ലാഹുവേ നീ കാക്കണേ റഹ്മാനെ, അല്ലാഹുവേ നീ കാക്കണേ അല്ലാ. മരണസമയത്ത് വല്ലാത്ത വേദന അനുഭവിക്കുമെന്ന് മഹാന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അന സയ്യിദു ഉൽദി ആദമ, സന്തതികളുടെ നേതാവാണ്. ഈ ലോകം മുഴുവനും അല്ലാഹു പടക്കാൻ കാരണം ഹബീബായ തങ്ങളാണ്. ആ ഹബീബായ തങ്ങള് മരിക്കുന്ന സമയത്ത്, വഫാത്താകുന്ന സമയത്ത്, അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കുന്ന സമയത്ത് മഹാനായ നബി തങ്ങൾ അസ്റായീലിനോട് പറയുന്നുണ്ട്, യാ അസ്റായീലേ ഇന്നലിൽ മൗതി ലസകറാത്ത്, മരണത്തിന് അല്പം വേദനയുണ്ട്. ആരാ പറയുന്നത്? ലോകത്തിന്റെ നേതാവാണ് പറയുന്നത്. അസ്റഫുൽ ഖൽഖി വഫാത്തിന്റെ നേരത്ത് അറളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. അസ്റഫുൽ ഖൽഖിന്റെ ഹാലും നീല കണ്ട് ആലും സ്വഹാബത്തും പൊട്ടിക്കരഞ്ഞല്ലോ. മുത്തുമോൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു. മഹാനായ നബി തങ്ങളുടെ റൂഹിനെ അസ്റായിൽ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയാണ് അസ്റായിലിനോട്, യാ അസ്റായിൽ ഇന്നലിൽ മൗതി ലസകറാത്ത്, മരണത്തിന് വേദനയുണ്ട്. ആരാ പറയുന്നത്? നമ്മളുടെ നേതാവ്. സുബ്ഹാനല്ലാഹ്. മുത്തുനബി അങ്ങനെ വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ആ വേദന ലഘുവാകാൻ പ്രിയമുള്ളവരെ ജീവിതത്തിൽ സൂറത്തുൽ വാഖിയ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ അല്ലാഹുവിനോടുള്ള അടുപ്പം ആഗ്രഹിക്കാത്ത മുഅ്മിനീങ്ങളുണ്ടോ? ഏതൊരു മുഅ്മിനായ മനുഷ്യരും ആഗ്രഹിക്കുന്നത് ജഗന്നിയന്താവായ അല്ലാഹുവിലേക്കുള്ള അടുപ്പമാണ്. ആ അടുപ്പത്തിന് സൂറത്തുൽ വാഖിയ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. അതുപോലെ മാനസികമായ പ്രയാസങ്ങളും സംഘർഷങ്ങളും മാറാൻ, ടെൻഷനാണ് ഉസ്താദേ, ടെൻഷനാണ്, എപ്പോഴും ടെൻഷനാണ്, മക്കളെ കാര്യം ആലോചിച്ച ടെൻഷനാണ്, ജോലിയുടെ കാര്യം ആലോചിച്ച ടെൻഷനാണെന്നൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. സൂറത്തുൽ വാഖിയ ജീവിതത്തിൽ പതിവാക്കിക്കോ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ അല്ലാഹുവിനെ ഓർക്കാനുള്ള മനസ്സ് നമ്മൾക്ക് ഉണ്ടാകും. സൂറത്തുൽ വാഖിയയിൽ അല്ലാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ അല്ലാഹുവിനെ ഓർക്കാനുള്ള മനസ്സ് നമ്മൾക്ക് ഉണ്ടാകും. അല്ലാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം നമ്മൾ കളാക്കൂല. എപ്പോഴും ഖുർആൻ ഓതും, അതുപോലെ തന്നെ എപ്പോഴും ദിക്ർ ചൊല്ലും, എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അതിനുവേണ്ടി സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുക. നമ്മുടെയൊക്കെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും റാഹത്തും ഐക്യവും ഒരുമയും ഉണ്ടാവാൻ പ്രിയമുള്ളവരെ സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും വീട്ടിൽ പാരായണം ചെയ്യുക. മരുമക്കൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവൂല, അമ്മായിമ്മയും മരുമക്കളും മക്കളും തമ്മിൽ പ്രശ്നം ഉണ്ടാവൂല, അമ്മോശനും മരുമക്കളും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവൂല, മക്കൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ല സ്നേഹത്തോടെ ആയിരിക്കും. അതിന് സൂറത്തുൽ വാഖിയ ഉമ്മയും ഉപ്പയും എല്ലാവരും വീട്ടിൽ പാരായണം ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ പ്രിയമുള്ളവരെ രോഗങ്ങൾ മാറാൻ ഒരുപാട് രോഗികളുണ്ട്, ഹോസ്പിറ്റലിലുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് നല്ല കഠിനമായ വേദനകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സൂറത്താണ് സൂറത്തുൽ വാഖിയ. അല്ലാഹുവേ സൂറത്തുൽ വാഖിയയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ലാഹ്. ഈമാൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.